നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന അന്നത്തെ വി.ഡി. സതീശൻ നയിച്ച പൊതുയോഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് പതിനായിരക്കണക്കിന് യു.ഡി.എഫ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയും സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി, അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് 5 പദ്ധതികൾ പ്രഖ്യാപിച്ചത്. തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ, ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 5 പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ വാഗ്ദാനം. അതിൽ ഒന്നാമത്തെ പദ്ധതിയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നത്. ആ KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് അധികാരത്തിലേറി ഒരു മാസം തികയുന്ന ജൂൺ മാസം 15-ന് രാവിലെ 9 മണിക്ക് തുടക്കം കുറിക്കുകയാണ്. അതായത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ ആദ്യത്തെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുകയാണ്. ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷമായ CPM ഇടതുമുന്നണി MLA-മാർ ഈ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് നേരത്തെ CPM പറഞ്ഞത് ഇത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല, കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പാക്കില്ല. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് തങ്ങൾ ഈ വാഗ്ദാനം നൽകിയ കർണാടകയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, ഹിമാചൽ പ്രദേശിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, തെലങ്കാനയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം പറഞ്ഞിരുന്നു. അത് തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ, രാജ്യത്തിന്റെ ഏക വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിൽ, ഇന്ദിരാ പ്രിയദർശിനിയുടെ നാമധേയത്തിൽ പ്രിയദർശിനി എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. കേരളത്തിലെ ഓർഡിനറി ബസ്സുകളിൽ KSRTCയുടെ 7 സർവീസുകളിൽ, ടൗൺ ടു ടൗൺ അടക്കമുള്ള, ഗ്രാമവണ്ടി അടക്കമുള്ള ഓർഡിനറി സർവീസുകളിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലായിരിക്കുകയാണ്. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറുഭാഗത്ത് ഈ രാജ്യത്തിന്റെ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കൂടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനെല്ലാം അപ്പുറം ഇത്തരമൊരു പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു മാസം ഒരു വലിയ തുക അവർക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ആ ചടങ്ങ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ CPM കേരളത്തിലെ വനിതാ സമൂഹത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ വനിതകളെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമല്ലേ നമുക്ക് കാണാൻ കഴിയുക? തീർച്ചയായും നിലവിൽ നമ്മൾ അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. ഗതാഗത വകുപ്പ് മന്ത്രി CP പറഞ്ഞതുപോലെ CPM-ന്റെ അവസ്ഥ എന്ന് പറയുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ്. ആദ്യം എല്ലാവർക്കും, CPM-ന് മാത്രമല്ല കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും ഒരാശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കേരളത്തിലെ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക? KSRTC യാത്ര ലാഭത്തിൽ പോകുന്ന അല്ലെങ്കിൽ നഷ്ടത്തിലാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സർക്കാർ അധികാരത്തിൽ വരുന്നു, എങ്ങനെയായാലും നടത്തുമെന്ന് പറയുന്നു. പക്ഷെ ആദ്യം പ്രഖ്യാപിച്ചിരുന്നില്ല. അതൊരു കാര്യമുണ്ട്, മാനദണ്ഡങ്ങളൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. അത് പിന്നെ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷമാണ് ഓർഡിനറി ബസ്സിൽ മാത്രമാണ് നൽകുന്നതെന്ന് പറയുന്നത്. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞത്. UDF-ന്റെ ഗ്യാരണ്ടി എന്നോ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗ്യാരണ്ടി എന്നോ അല്ല, ഇന്ദിരാ ഗ്യാരണ്ടി. അവിടെയും ഒരു സ്ത്രീയുടെ പേരാണ് ഉപയോഗിച്ചത്. ഇന്ദിരാ പ്രിയദർശിനി എന്ന, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ന ഇന്ദിര എടുത്തുകൊണ്ടാണ് ആ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. അവിടെ തന്നെ അതിന്റെ അകത്ത് തന്നെ ആ പദ്ധതിയിൽ തന്നെ സ്ത്രീകളുടെ ഉന്നമനം ഉദ്ദേശിച്ചുകൊണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ പദ്ധതിയുമായി പോകുമ്പോൾ KSRTC-യുടെ ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര നൽകുക. അവിടെ ഇട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് പറയുന്ന പേര് പ്രിയദർശിനി എന്നാണ്. അവിടെയും ഒരു സ്ത്രീയുടെ പേര്. സ്ത്രീകളെ സമൂഹത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ഈ തുക സേവ് ചെയ്യാൻ പറ്റുക. സാധാരണയിൽ അതിപ്പം ഗതാഗത മന്ത്രി അടക്കം പറയുന്നത് സാധാരണയിൽ സാധാരണക്കാരായ ഒരു സ്ത്രീ, അവർ ദിവസവും ബസ് കൂലിക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ അവർക്കൊരു സേവിങ്സ് ആകട്ടെ, അതുകൊണ്ട് അവർക്ക് മറ്റെന്തെങ്കിലും, ഒരു സിനിമയ്ക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെയാണ് ഗതാഗത മന്ത്രി ചോദിക്കുന്നത്. അതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ സ്ത്രീകൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഇതിന് അർഹരായ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പൊ അവരതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ CPM ഇപ്പൊ എടുത്ത ഒരു നിലപാട് ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഞാൻ പറയുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്നവർ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്ന ഒരു നല്ല പ്രതിപക്ഷമാണ് ഒരു നല്ല ഭരണപക്ഷത്തെ സൃഷ്ടിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു തണുത്ത പ്രതിപക്ഷമാണെങ്കിൽ ഒരിക്കലും ഒരു നല്ല ഭരണപക്ഷം ഉണ്ടാകില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കാൻ കൂടി പഠിക്കണം. എന്നാൽ മാത്രമേ ഒരു ജനാധിപത്യ രാജ്യത്ത്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രീതിയിൽ ഇത് ശരിയായിട്ടുള്ള, സർക്കാർ ചെയ്യുന്ന എന്ത് കാര്യത്തെയും വിമർശിക്കുക, എല്ലാത്തിനും എതിര് പറയുക എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടല്ല. നമുക്കറിയാം CPM-ന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് എല്ലാ UDF ഐക്യജനാധിപത്യ മുന്നണി സർക്കാരുകളോടും എന്ത് പദ്ധതി മുന്നോട്ട് വെച്ചാലും അതിനെ എതിർക്കുക എന്നൊരു നിലപാടാണ്. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം, KSRTC-യിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. KSRTC-ക്ക് വേണ്ടി ഒരു ധവളപത്രം അവതരിപ്പിക്കാൻ പോകുന്നു. KSRTC ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ പോകുന്നു.
അത്തരത്തിൽ ഒരുപാട് പദ്ധതികളാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. 0 ടിക്കറ്റ് നൽകാൻ പോകുന്നു. 100 ദിവസം കഴിയുമ്പോൾ പദ്ധതി നിർത്തുമെന്നാണ് CPM സൈബർ ഹാൻഡിലുകൾ പറയുന്നത്. പക്ഷേ സർക്കാർ പറയുന്നത്, ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം പറയുന്നത് 100 ദിവസം നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് ഫാസ്റ്റിലേക്കും സൂപ്പർ ഫാസ്റ്റിലേക്കും വ്യാപിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സൗജന്യ യാത്ര മറ്റു ബസ്സുകളിൽ നൽകാൻ കഴിയുമോ എന്ന് നോക്കാമെന്ന് പറയുന്നു. അതോടൊപ്പം ഈ സർക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഗ്രാമവണ്ടി എന്നത് LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. ആ ഗ്രാമവണ്ടിയെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഗ്രാമവണ്ടിയെ കുറച്ചുകൂടി, അല്ലെങ്കിൽ വണ്ടി KSRTC നൽകും, അല്ലെങ്കിൽ വണ്ടി ഗതാഗത വകുപ്പ് നൽകും, പെട്രോള് അല്ലെങ്കിൽ ഡീസല് പഞ്ചായത്തുകൾ അടിക്കട്ടെ, അങ്ങനെ ഗ്രാമവണ്ടി 500 എണ്ണം ആക്കാനുള്ള പദ്ധതികൾ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ടല്ല പുതിയ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നല്ല പദ്ധതികൾ, നല്ല കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടി, കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനം ഉദ്ദേശിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു സഹായമാകുന്ന ഒരു പദ്ധതി ഇത്രത്തോളം എതിർക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ സമരം ചെയ്തപ്പോൾ അന്നത്തെ സർക്കാരും CPM LDF എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും CPM കരുതിയിരുന്നില്ല ഇത്രയും പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ CPMന്റെ MLA-മാരടക്കം നിരന്തരം പറഞ്ഞു ഒരിക്കലും ഇത് സ്ത്രീകളെ പറ്റിച്ചതാണ്, ഒരിക്കലും KSRTC സൗജന്യ യാത്ര കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായി ഇനി എന്ത് പറഞ്ഞ് പ്രതിരോധിക്കണം എന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ MLA-മാർ അത് ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും അത് ശരിയായ ഒരു നിലപാടല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോ സാധാരണക്കാരായ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത് എല്ലാ കാര്യത്തിനും എതിര് പറയുന്ന ഒരു പ്രതിപക്ഷമായിരിക്കും. ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും ഈ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല എന്ന ഒരു രീതിയിലേക്ക് ഈ പ്രതിപക്ഷത്തെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാഹചര്യം തുടക്കത്തിലെ തന്നെ ഈ പ്രതിപക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തതിലൂടെ. രാജീവ് ഗാന്ധി രാജ്യത്താകമാനം കമ്പ്യൂട്ടർ വിപ്ലവത്തിലൂടെ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ശ്രമം ആരംഭിച്ചപ്പോൾ കേരളത്തിൽ CPM വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, പണിയെത്തിക്കൂ കൈകളിലാദ്യം എന്നിട്ടാവാം കമ്പ്യൂട്ടർ. എന്നാൽ ഇന്ന് അതേ CPMന്റെ ആസ്ഥാനമായ AKG സെന്റർ അടക്കം പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ചതാണ് എന്നത് ചരിത്രത്തിന്റെ ഒരു കാവ്യം നീതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേ CPM എന്ത് നല്ല പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുമ്പോഴും എക്സ്പ്രസ് ഹൈവേ, നേരത്തെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ്. അപ്പൊ ഇപ്പോൾ ഉണ്ടായിരുന്ന ബൈപ്പാസിന്റെ പിതൃത്വം ഏറ്റെടുത്ത CPMകാർ, അതോ ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്ത ആളുകളാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെതിരെ, ഗോശ്രീ പാലത്തിനെതിരെ, ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനെതിരെ, വിഴിഞ്ഞം പദ്ധതിക്കെതിരെ, ഇത്തരത്തിൽ എല്ലാ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച വൻകിട പദ്ധതികൾക്കെതിരെ എല്ലാം സമരം ചെയ്ത CPM ഒടുവിൽ ആ അധികാരത്തിൽ മാറി തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കുന്നത് കേരളം കണ്ടതാണ്. സമാന സാഹചര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അവർക്ക് 10,000 രൂപയൊന്നും മാസം ഇതുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ മാറ്റിവെക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 2,000-3,000 അവർക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുമ്പോൾ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ സ്ത്രീകൾക്ക്. ആ സ്ത്രീകളോടുള്ള വെല്ലുവിളിയാണ് CPM MLA-മാർ നടത്തുന്നത്. CPMന്റെ MLA-മാർ 26 MLA-മാർ CPMന് മാത്രം ജയിച്ചു വന്നിട്ടുണ്ട്. ആ 26 MLA-മാരും ജയിച്ചു വന്നത് സ്ത്രീകളുടെ വോട്ട് കൊണ്ട് തന്നെയാണ്. ആ തങ്ങൾക്ക് വോട്ട് ചെയ്ത സ്ത്രീകളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു പദ്ധതി കേരളം ഒന്നടങ്കം കൈയടിക്കേണ്ട, രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ട, കേരളത്തിലെ സ്ത്രീകളെ കൈപിടിച്ചു ഉയർത്തുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന CPMകാരോട് നാളെ സ്ത്രീകൾ മുഖത്തു നോക്കി ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു സർക്കാർ കൊണ്ടുവരുന്ന ഒരു നല്ല പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന CPM പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത്. KSRTCയിലെ സൗജന്യ യാത്ര 100 ദിവസം കഴിഞ്ഞാൽ ഓർഡിനറിയിൽ നിന്ന് മാറ്റി മറ്റുള്ള ബസ്സുകളിലേക്കും പരിഗണിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി തലത്തിൽ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 100 ദിവസം ഒരു ട്രയൽ റൺ ആണ് ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ കൊടുക്കുന്നത്. കേരളത്തിലെ നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനമായ KSRTC ലാഭത്തിലോടുന്ന സ്ഥാപനമൊന്നുമല്ല. പക്ഷേ അതിനെ ലാഭത്തിലാക്കാനും ഈ പദ്ധതികൾ കൊണ്ട് കൂടുതൽ ജനകീയമാക്കാനുമാണ് ഒരു സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ദിരാ പ്രിയദർശിനിയുടെ നാമധേയത്തിൽ കൊണ്ടുവരുന്ന പദ്ധതി ബഹിഷ്കരിക്കുന്ന CPM കാലത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.